സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ കെവിൻ്റെയും ഇസബല്ലയുടെയും ചതിക്ക് നല്ല തിരിച്ചടി കിട്ടുന്ന എപ്പിസോഡ് തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. കാരണം വേറൊന്നുമല്ല, ഋഷി മരിച്ചു, അതിൻ്റെ കുറ്റം നന്ദൻ്റെ തലയിലേക്ക് കെട്ടിവെച്ചിട്ടാണ് ഇവർ ഈ നന്ദനെയും കൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ദേവിക MLA ആയതുകൊണ്ട് തന്നെ ദേവികയും കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നടത്തിയെടുക്കാനാണ് ഈ ഋഷി നന്ദൻ്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ടു എന്ന് പറയണത് തന്നെ. ദേവിക ഇത്രയും ദിവസം സിദ്ധാർത്ഥൻ പല രീതിയിൽ കുറ്റപ്പെടുത്തിയിട്ടും സത്യങ്ങൾ തുറന്നു പറയാണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഗിരീഷിൻ്റെ പ്രശ്നം വന്നപ്പം ദേവികയ്ക്ക് ഗിരീഷിനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാനും പറ്റിയില്ല. അതുമാത്രമല്ല, ഇസബല്ല കാരനാണ് ഗിരീഷിന് ജാമ്യം കിട്ടിയെന്നൊക്കെ എല്ലാവരും പറയും. അതുപോലെ സിദ്ധാർത്ഥൻ ദേവികയെ വീണ്ടും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന സമയത്ത് പ്രഭാവതിയും നന്ദനും അത് കേട്ട് നിൽക്കുന്നുണ്ടെങ്കിലും അവർ അതിനെതിരെ ഒരക്ഷരം പോലും പ്രതികരിക്കാണ്ടാവുമ്പം ദേവികയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടവും ദേഷ്യവും വന്നിട്ട് ഉള്ള സത്യങ്ങളെല്ലാം ദേവിക വെട്ടിത്തുറന്ന് സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്. ആ സമയത്താണ് സിദ്ധാർത്ഥന് സത്യങ്ങളെല്ലാം മനസ്സിലാവുന്നത്. ദേവിക ഒരു തെറ്റും ചെയ്തിട്ടില്ല, ദേവികയെ നിർബന്ധിച്ച് ഇതെല്ലാം ചെയ്യിപ്പിച്ച് പ്രഭാവതിയും നന്ദനും കൂടി ചേർന്നാണെന്ന് സത്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ദേവികയാണെങ്കിൽ റൂമിലേക്ക് പോണ സമയത്ത് നന്ദനാണെങ്കിൽ ദേവികയോട് ഭയങ്കര ദേഷ്യം തോന്നുന്നുണ്ട്. സിദ്ധാർത്ഥനും അതുപോലെ തന്നെ പ്രഭാവതിയോടും നന്ദനും ദേഷ്യപ്പെട്ട് റൂമിലോട്ട് പോകുന്നുണ്ട്. പിന്നീട് റൂമിൽ ചെന്നിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ദേവികയുടെ അടുത്തേക്ക് നന്ദൻ ചെന്നിട്ട് ദേവികയോട് ദേഷ്യത്തോടുകൂടി ചോദിക്കുന്നുണ്ട്, നീ എന്നെ ചതിക്കുമായിരുന്നു ഇല്ലേന്ന്. അന്നേരം ദേവിക ചോദിക്കുന്നുണ്ട്, ഞാൻ നന്ദുവിനെ ചതിച്ചെന്നോ? എന്നെ ചതിച്ചത് നിങ്ങളല്ലേ? ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. ഞാൻ എത്ര പ്രാവശ്യം നിങ്ങളോട് കാല് പിടിച്ച് പറഞ്ഞു ആ പ്ലാന്റിന് അനുമതി കൊടുത്താൽ ശരിയാവില്ല എന്ന്. അപ്പം നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ ഭീഷണിപ്പെടുത്തിയല്ലേ അതിന് അനുമതി കൊടുപ്പിച്ചത്. എന്നിട്ട് ഞാൻ എന്തോരം നാളായി അതിൻ്റെ പേരിൽ പഴി കേൾക്കണു. ഇപ്പം തന്നെ കണ്ടില്ലേ, ഗിരീഷേട്ടനാണെങ്കിൽ ആ പ്ലാന്റിനെതിരെ സമരം നടത്തിയിട്ട് ആ KK നായർ കള്ളക്കേസിൽ കുടുക്കി. ഞാൻ ഗിരീഷേട്ടനെ ജാമ്യത്തിൽ ഇറക്കാനായിട്ട് ചെന്നിട്ട് എനിക്കതിന് സാധിച്ചില്ല. അവിടെയും നിങ്ങളുടെ സുഹൃത്ത് ഇസബല്ല തന്നെ വന്നു എല്ലാവരുടെയും മുന്നിൽ നല്ലവളാവാൻ വേണ്ടിയിട്ട്. നീ എനിക്കും അമ്മയ്ക്കും വാക്ക് തന്നിരുന്നതല്ലേ നീ ഈ കാര്യം ആരോടും പറയില്ലെന്ന്, പിന്നെ നീ എന്തിനാടി ഇപ്പം ഇത് പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ഞാൻ പറയില്ലായിരുന്നു, പക്ഷേ അമ്മയുടെയും നന്ദുവിൻ്റെയും മുന്നിൽ വെച്ചല്ലേ അച്ഛൻ ആ മാതിരി എന്നെ ആക്ഷേപിക്കുകയും വഴുക്കുറിയുകയും ചെയ്തത്. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും എനിക്ക് വേണ്ടി സംസാരിച്ചോ? അച്ഛൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പം നന്ദു എല്ലാ സത്യങ്ങളും അച്ഛനോട് തുറന്നു പറയുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നന്ദുവും പറഞ്ഞില്ല, അമ്മയും പറഞ്ഞില്ല, പിന്നെ ഞാൻ മാത്രം എന്തിനു കുറ്റക്കാരിയാവണം? ഇനിയും ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ശിക്ഷ അനുഭവിക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞതെന്ന്. ഈ സമയത്ത് നന്ദനാണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതിയാണെങ്കിൽ സിദ്ധാർത്ഥൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് പ്രഭാവതിക്കാണെങ്കിൽ നല്ല പേടിയാവുന്നുണ്ട്. സിദ്ധാർത്ഥനാണെങ്കിൽ ഇത്രയും നാൾ MLA ആയിട്ടിരുന്നിട്ടും ഒരഴിമതി നടത്താത്ത ആളായതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥൻ്റെ ഭാര്യയും മകനും നിർബന്ധിച്ചിട്ടാണ് ദേവിക ഇത് ചെയ്തതെന്നുള്ള ഇത് സിദ്ധാർത്ഥനെ അറിഞ്ഞതുകൊണ്ട് തന്നെ നല്ല പേടിയോടുകൂടി തന്നെയാണ് പ്രഭാവതി സിദ്ധാർത്ഥൻ്റെ അടുത്തേക്ക് ചെല്ലണത്. ഈ സമയത്ത് പ്രഭാവതിയെ കണ്ടെങ്കിലും സിദ്ധാർത്ഥൻ പ്രഭാവതിയെ മൈൻഡ് പോലും ചെയ്യണില്ല. ആ സമയത്ത് പ്രഭാവതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, സിദ്ധുവിനെ എങ്ങനെ സമാധാനപ്പെടുത്തും, എന്തായാലും ഒന്ന് സംസാരിച്ച് നോക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് സിദ്ധു എന്നും പറഞ്ഞു വിളിക്കുമ്പം എന്താ പ്രഭയ്ക്ക് എന്താ പറയാനുള്ള? ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയത് പോരെ? ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ, എന്നോടൊരു വാക്ക് പറയാതെയല്ലേ നിങ്ങൾ ആ ദേവികയും കൊണ്ട് നിർബന്ധിച്ച് ആ പ്ലാന്റിന് അനുമതി കൊടുത്തേന്ന്. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട്, അതൊരു പ്രത്യേക സാഹചര്യത്തിൽ അത് വേണ്ടി വന്നു സിദ്ധു, അത് പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞില്ലേ, ഇനി അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അന്നേരം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഇനി എന്ത് പ്രശ്നം ഉണ്ടാവാനാ? ഇനി ഇതിലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാനില്ല. എന്തായാലും ആ പ്ലാന്റിന് അനുമതി കൊടുത്ത ദേവികയുടെ രാജിക്ക് വേണ്ടിയിട്ട് ആളുകൾ ഇപ്പം മുറവിളി കൂട്ടൽ തുടങ്ങും. സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിൻ്റെ മരുമകൾ അഴിമതി നടത്തി രാജിവെച്ചു എന്ന് പറയിപ്പിക്കണം ആളുകളെയും കൊണ്ടെന്ന്. അത് കേട്ടതും പ്രഭാവതി പറയുന്നുണ്ട്, ഇത് ഇത്ര വലിയ പ്രശ്നമാവുമെന്നൊന്നും ഞങ്ങൾ വിചാരിച്ചില്ല എന്ന്. അന്നേരം സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, ആ പ്ലാന്റിന് അനുമതി ചോദിച്ചുകൊണ്ട് KK നായർ എൻ്റെയും ദേവികയുടെയും പുറകെ ഒരുപാട് നടന്നതാണെന്ന് തനിക്ക് അറിയാവുന്നതല്ലായിരുന്നോ? അന്നൊന്നും ഞങ്ങളതിന് അനുമതി കൊടുത്തില്ല. ഗിരീഷിനും പറഞ്ഞിരുന്നതാ അതിനൊരിക്കലും അനുമതി കൊടുക്കരുതെന്ന്. എന്നിട്ട് താനും നന്ദനും നിർബന്ധിച്ച് എന്തിനാ അങ്ങനെ ചെയ്തത്? അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണം ഉണ്ടായ? പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കണു. ആ സമയത്ത് പ്രഭാവതി ഇങ്ങനെ പല പ്രാവശ്യം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഋഷിയെ നന്ദൻ കൊന്ന കാര്യം സിദ്ധാർത്ഥനോട് പറഞ്ഞാലോ എന്ന്. പക്ഷേ പേടിയായിട്ട് ഇവരത് പറയണമില്ല. എന്തായാലും പ്രഭയുടെ ഒരു ന്യായം എനിക്ക് കേൾക്കണ്ടെന്നും പറഞ്ഞ് സിദ്ധാർത്ഥൻ ദേഷ്യപ്പെട്ട് അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഋഷീനെയും ഇസബല്ലേനെയും കെവിനെയാണ്. ഋഷിയാണെങ്കിൽ ഇസബല്ലയോട് പറയുന്നുണ്ട്, എങ്ങനെയുണ്ട് ഇസബല്ലെ, ഇപ്പം തന്നെ ചന്ദ്രോത്തുള്ളവരുടെ മുമ്പിൽ ഇസബല്ലയ്ക്ക് നല്ലൊരു വില കിട്ടിയിട്ടില്ലേ എന്ന് ചോദിക്കുമ്പം പിന്നില്ലാതെ ഗിരീഷ് മാഷിനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ട് ദേവിക ഒരുപാട് നോക്കി. അതുപോലെ തന്നെ KK നായരുടെ അടുത്ത് പോയി ദേവിക കാല് പിടിക്കും പോലെ പറഞ്ഞു കേസ് പിൻവലിക്കണമെന്ന്.
അതൊന്നും നടന്നില്ല. ഞാൻ സ്റ്റേഷനിൽ ചെന്ന് കയറിയപ്പോഴാണ് കാര്യങ്ങൾ നടന്നോളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്നേഹം ചന്ദ്രോത്തുള്ളവർക്ക് എന്നോട് ഉണ്ടാകുമെന്ന്. ആ സമയം കെവിൻ പറയുന്നുണ്ട്, എന്തായാലും ഇനിയിപ്പോൾ ദേവിക രാജിവെക്കണമെന്നും പറഞ്ഞ് സമരക്കാർ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ദേവിക രാജിവെക്കുമെന്നുള്ളൊരു പേടി എനിക്കുണ്ടെന്ന് പറയുമ്പോൾ ഇസബെല്ല പറയുന്നുണ്ട്, ദേവിക ഒരിക്കലും രാജിവെക്കാൻ പാടില്ല. ദേവികയും കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നടത്താനുണ്ട്. ആ സമയം ഋഷിയും പറയുന്നുണ്ട്, അത് ഇസബെല്ല പറഞ്ഞത് നേരെ, ദേവിക രാജിവെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കാര്യങ്ങളൊന്നും നടക്കൂല. അതുപോലെ തന്നെ നന്ദനെ നമ്മളുടെ ചൊൽപ്പടിക്ക് കിട്ടണമെങ്കിൽ ദേവിക MLA ആയിട്ട് തന്നെ ഇരിക്കണമെന്ന്. പിന്നീട് കാണിക്കുന്നത് ഭാർഗവീനെയാണ്. ഭാർഗവിയാണ് ഈ ചന്ദ്രോത്തേക്ക് വരാണ്. ചന്ദ്രോത്ത് വന്നതും പ്രഭകുഞ്ഞെ എന്ന് വിളിക്കുമ്പം പ്രഭാവതി ഭാർഗവി ആണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് ഭാർഗവി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇവിടെ എന്തൊക്കെയാണ് നടക്കണത് പ്രഭകുഞ്ഞ്? ഗിരീഷിനെ എന്തിനാ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്? എന്നിട്ട് ദേവിക ചെന്നിട്ടും ഗിരീഷിനെ പോലീസ് വിട്ടില്ല എന്നല്ലോ പറഞ്ഞ് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് ചോദിക്കുമ്പോൾ അത് ഒന്നുമില്ല ഭാർഗവി, ആ പ്ലാന്റിനെതിരെ ഗിരീഷ് സമരത്തിന് പോയിട്ട് അയാൾ കേസ് കൊടുത്തതാണ്. അതൊരു കള്ളക്കേസായിരുന്നു. അതിൽ നിന്നും നന്ദൻ്റെ ഫ്രണ്ട് വന്ന് ഗിരീഷിനെ ജാമ്യത്തിൽ ഇറക്കിയിരുന്നു. അത് കേട്ടതും ഈ ഭാർഗവി ചോദിക്കുന്നുണ്ട്, ആരാ ഇസബെല്ലയാണോ എന്ന് ചോദിക്കുമ്പോൾ ആ ഇസബെല്ല തന്നെയാണ്. അന്നേരം ഭാർഗവി ചോദിക്കുന്നുണ്ട്, MLAനേക്കാളും പവറുണ്ടോ ഇസബെല്ലയ്ക്ക്? ദേവിക ചെന്നിട്ടും സിദ്ധാർത്ഥൻ സാറ് ചെന്നിട്ടും നടക്കാത്ത കാര്യം എങ്ങനെയാണ് ഇസബെല്ല ചെന്നപ്പോൾ നടന്നതെന്ന് ചോദിക്കുമ്പോൾ പ്രഭാവതിക്കാണെങ്കിൽ പറയാൻ മറുപടി ഒന്നുമില്ല. ആ സമയം ഭാർഗവി പറയുന്നുണ്ട്, പ്രഭകുഞ്ഞിനോട് ഞാനൊരു കാര്യം പറഞ്ഞാൽ പ്രഭകുഞ്ഞിന് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. നന്ദൻ്റെയും ഇസബെല്ലയുടെയും പോക്കത്ര ശരിയായിട്ട് എനിക്ക് തോന്നണില്ല. അവളെ ശരിക്കും നന്ദനിൽ നിന്ന് അകറ്റി നിർത്തണം, അല്ലെങ്കിൽ ദേവിക മോളുടെ ജീവിതം പോകട്ടോ. ആ സമയത്ത് പ്രഭാവതിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. ഈ ഇസബെല്ലയുടെ അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യവും കാര്യങ്ങളൊക്കെ ഈ പ്രഭാവതി ഓർക്കുന്നുണ്ട്. എന്നിട്ട് ഭാർഗവിയോട് പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല ഭാർഗവി, അവർ പഠിക്കണ കാലം തൊട്ടേ സുഹൃത്തുക്കളല്ലേ, ആ ഒരു സൗഹൃദം മാത്രമേ ഉള്ളൂ, അല്ലാതെ അവർ തമ്മിൽ ഭാർഗവി വിചാരിക്കും പോലത്തെ ബന്ധമൊന്നുമില്ല. അത് എനിക്കറിയില്ല പ്രഭകുഞ്ഞ്. എല്ലാവരും പറയണത് ഇസബെല്ലയും നന്ദനും തമ്മിൽ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ടെന്ന് തന്നെയാണ്. എന്തായാലും ഒന്ന് സൂക്ഷിക്കണം, നല്ലതാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികയാണെങ്കിൽ താഴോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് അവിടെ സിദ്ധാർത്ഥൻ നിൽക്കുന്നുണ്ട്. സിദ്ധാർത്ഥനെ കണ്ടതും ദേവിക ഇങ്ങനെ മുഖം കുനിച്ച് നടന്നു വരുമ്പോൾ സിദ്ധാർത്ഥൻ മോളെ നീ വന്നേന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ആ സമയം ദേവിക അടുത്തേക്ക് എന്നതും നീ ഇത്രയും ദിവസം ഇതെന്തിനാ മറച്ചു വെച്ചതെന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട്, അതച്ഛാ അമ്മയും നന്ദു എന്നോട് പറഞ്ഞത് ആരോടും പറയരുതായിരുന്നായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം അച്ഛനിൽ നിന്ന് ഇത് മറച്ചു വെച്ചത്. നീ എന്തിനാ അത് ചെയ്ത്? അവരെത്ര നിർബന്ധിച്ചാലും നീ അത് ചെയ്യാൻ പാടുണ്ടായിരുന്നോ? നിനക്കത് എന്നോട് പറയാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട്, ഞാൻ എങ്ങനെ പറയാനാ അച്ഛാ, ഞാൻ അച്ഛനോട് പറഞ്ഞില്ലേ നന്ദുവിൻ്റെ സമനില തെറ്റിക്കൊണ്ടിരിക്കുക എന്നും പറഞ്ഞ് എന്നോടൊരു കാര്യം പറയുമ്പോൾ ഞാനത് അച്ഛനോട് പറഞ്ഞ് നന്ദുവിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതിൻ്റെ കുറ്റവും ഞാൻ കേൾക്കേണ്ട വരൂലേ, അതുകൊണ്ടാണ് ഞാൻ പറയാണ്ടിരുന്നത്. എന്തായാലും മോളിപ്പോൾ തന്നെ ആ പ്ലാന്റിൻ്റെ അനുമതി റദ്ദ് ചെയ്യണമെന്ന് പറയണം. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, അതച്ചാ അങ്ങനെ ഞാൻ ചെയ്താൽ അത് വലിയ പ്രശ്നമാവില്ലേ എന്ന് ചോദിക്കുമ്പം എന്ത് പ്രശ്നമായാലും കുഴപ്പമില്ല, ഇവർ ഭീഷണിപ്പെടുത്തിയിട്ടല്ലേ അനുമതി കൊടുത്തത്, അതുകൊണ്ട് തന്നെ ആ പ്ലാന്റിൻ്റെ അനുമതി ഇപ്പം തന്നെ റദ്ദ് ചെയ്യണം. അതിൻ്റെ പേരിൽ എന്ത് പ്രശ്നം വന്നാലും മോളുടെ കൂടെ ഞാനും ഗിരീഷിനെല്ലാവരും ഉണ്ടാവും, മോള് ധൈര്യമായിട്ടിരിക്കുന്നത്. ഇത് കേട്ടുകൊണ്ടാണ് നമ്മളുടെ പ്രഭാവതി അങ്ങോട്ട് വരുന്നത്. പ്രഭാവതി ഇത് കേട്ടതും എന്താ സിദ്ധു എന്തൊക്കെയായി പറയണ, ആ പ്ലാന്റിൻ്റെ അനുമതി റദ്ദ് ചെയ്താൽ ശരിയാവില്ല, അത് പ്രശ്നമാകുമെന്ന് പറയുമ്പോൾ എന്ത് പ്രശ്നം, തനിക്കതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കണു. ആ സമയത്ത് പ്രഭാവതി ഇങ്ങനെ ഓർക്കുന്നുണ്ട്, ഋഷിയുടെ കൊലക്കേസിൽ നിന്നും ഈ നന്ദനെ രക്ഷിച്ചതിന് പകരമായിട്ടാണല്ലോ ഇസബെല്ലയ്ക്ക് ഇത് ചെയ്തു കൊടുത്തത്. ഇനിയിപ്പോൾ ആ പ്ലാന്റിൻ്റെ അനുമതി റദ്ദ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്ദൻ ജയിലിലേക്ക് പോകേണ്ട വരുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് വേവലാതിയോടുകൂടി സിദ്ധുവിനോട് പറയുന്നുണ്ട്. സിദ്ധുവിന് എന്താ ഞാൻ പറയണത് മനസ്സിലാവാത്ത, എന്തായാലും അനുമതി കൊടുത്തതല്ലേ, ഇനി ആ പ്ലാന്റ് പ്രവർത്തിക്കട്ടെ, അതിനെതിരെ ഗിരീഷൻ സമരം നടത്തുന്നുണ്ടല്ലോ, ഇനിയിപ്പോൾ ദേവികയായിട്ട് അത് റദ്ദ് ചെയ്യാനൊന്നും നിൽക്കണ്ടെന്ന്. സമയത്ത് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, അല്ല പ്രഭയെ താൻ എന്താ ഉദ്ദേശിക്കണേ, താനാണോ MLA അതോ ദേവികയാണോ MLA, താൻ എന്തിനാ MLAയുടെ കാര്യത്തിൽ കൈകടത്തണേ, അത് MLAയുടെ തീരുമാനമല്ലേ എന്ന് ചോദിക്കുമ്പം അങ്ങനെ ഇത് റദ്ദ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബം തകരും സിദ്ധു, നമ്മുടെ കുടുംബം തകരുന്നതും പ്ലാന്റും തമ്മിൽ എന്താ ബന്ധമെന്ന് ചോദിക്കുമ്പം അതങ്ങനെയാണ്, സിദ്ധുവിന് എന്താ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ലാത്ത, നന്ദൻ്റെ ജീവിതം തൊലയുന്നു. അത് കേട്ടതും ദേവിക പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ല അച്ഛാ, കുറേ ദിവസങ്ങളായിട്ട് നന്ദു അമ്മയും എന്തൊക്കെയോ നമ്മളിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ട്, എന്തോ ഒരു രഹസ്യം ഇവർ പൊതിഞ്ഞ് പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്, അതെന്താന്ന് ഇവർ നമ്മളോട് പറയണമില്ല. ആ സമയം സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, എന്താ പ്രഭേ നിങ്ങൾ തമ്മിൽ എന്ത് രഹസ്യം മറച്ചു വെക്കണേ, ഞങ്ങളറിയാത്ത എന്ത് രഹസ്യം ഇവിടെ ഉള്ളത്, എന്തിൻ്റെ പേരിലാണ് ദേവികയും കൊണ്ട് ആ പ്ലാന്റിന് അനുമതി കൊടുപ്പിച്ചതെന്നൊക്കെ ചോദിക്കുമ്പം ഈ പ്രഭാവതയാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ആരെന്ത് പറഞ്ഞാലും എന്ത് സംഭവിച്ചാലും ഇനി ആ പ്ലാന്റ് അവിടെ പ്രവർത്തിക്കാൻ പാടില്ല, ആ പ്ലാന്റിൻ്റെ അനുമതി ഇന്ന് തന്നെ റദ്ദാക്കണമെന്ന്.
അത് കേട്ടുകൊണ്ട് അങ്ങോട്ട് വരുന്ന നന്ദനാണെങ്കിൽ പറ്റില്ല, അത് റദ്ദ് ചെയ്യാൻ പറ്റില്ല, അതിന് കൊടുത്ത അനുമതി ഒരിക്കലും പിൻവലിക്കാൻ പാടില്ല, അതിന് ഞാൻ സമ്മതിക്കൂല എന്ന് പറയുന്നു. ആ സമയത്ത് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, സമ്മതിക്കില്ല എന്ന് പറയാൻ നീ ആരാ, MLA അല്ലേ അത് തീരുമാനിക്കണം, നീ അതിലിടപെടണ്ടാവുന്ന. അത് കേട്ടതും ഈ നന്ദനാണെങ്കിൽ ആകെ പ്രാന്ത് പിടിച്ചതുപോലെ തലമുടിയൊക്കെ പിടിച്ച് വലിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.